mesmerizing wedding collection. Tejaswini by Chungat Jewelry. ശീതീകരിച്ച പ്രസവ വാർഡും മാതൃശിശു സംരക്ഷണ യൂണിറ്റും അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ച് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി താലൂക്ക് ആശുപത്രിയിലെത്തി. ആശുപത്രിയുടെ മുമ്പിൽ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. നഗരസഭാ താലൂക്ക് ആശുപത്രിയിലെ അത്യാധുനിക സൗകര്യത്തോടുകൂടിയ ശീതീകരിച്ച പ്രസവ വാർഡും മാതൃശിശു സംരക്ഷണ യൂണിറ്റും മാസങ്ങളിലായി അടച്ചിട്ടിരിക്കുകയാണ്. കോടികൾ വില വരുന്ന വിവിധ തരത്തിലുള്ള ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണെന്ന് അസോസിയേഷൻ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. LDF ഭരണസമിതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്വപ്ന പദ്ധതികൾ അട്ടിമറിക്കുന്ന സമീപനമാണ് അങ്കമാലി നഗരസഭ ഭരണസമിതി സ്വീകരിച്ചിരിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. ആശുപത്രിക്ക് മുമ്പിൽ നടന്ന ധർണ മേഖലാ അസോസിയേഷൻ നേതാവ് അഡ്വക്കേറ്റ് K. തുളസി ഉദ്ഘാടനം ചെയ്തു. ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിനുവേണ്ടി മറ്റൊരു പുതിയ ചുവടുവയ്പ് വെച്ച് ഈ നഗരസഭയ്ക്ക് അവയെ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ വളരെ ഖേദപൂർവ്വം തന്നെയാണ് പറയുന്നത്. എത്രത്തോളം വികസനം ഈ മേഖലയ്ക്കകത്ത് വന്നു. ഇന്നിവിടെ ഒരുപക്ഷെ സംയോജിതമായി പ്രവർത്തിക്കുന്ന താലൂക്ക് ആശുപത്രികളിൽ ചുരുക്കം ചിലതാണുള്ളത്. ഇന്ന് ആയുർവേദ സെക്ഷനും ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു പരാതിയൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. ആശുപത്രിയിലെ ജീവനക്കാരെ കുറിച്ച് ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ താലൂക്ക് ആശുപത്രിയുടെ നിയന്ത്രണം നമുക്ക് ഏവർക്കും അറിയാം. ഏത് താലൂക്ക് ആശുപത്രിയാണെങ്കിലും അത് നഗരസഭകൾക്ക് കീഴിലാണ്. നഗരസഭകളാണ് അവയെ നിയന്ത്രിക്കുന്നത്. അവരുടെ ദൈനംദിന കാര്യങ്ങളടക്കം പരിശോധിക്കുന്നതും അതിന് നേതൃത്വം കൊടുക്കുന്നതും ആ പ്രവർത്തനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതും നഗരസഭയാണ്, നഗരസഭയുടെ ഭരണസമിതിയാണ്. ആ നഗരസഭകളുടെ താല്പര്യം, ഭരിക്കുന്ന കക്ഷികളുടെ താല്പര്യം അനുസരിച്ചിരിക്കും ഓരോ താലൂക്ക് ആശുപത്രികളുടെയും ഓരോ പ്രദേശത്തിന്റെയും വികസനം എന്ന് പറയുന്നത്. ഏരിയ പ്രസിഡന്റ് വിനീത ദിലീപ് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KK ഷിബു, സജീവ് വർഗീസ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു.